നമുക്ക് ആകെ വെക്കുന്ന ഒരു അവകാശം എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതേപോലുള്ള എക്സാമുകൾ വിദ്യാർത്ഥികൾ വലിയൊരു സ്വപ്നമാണ്. അപ്പൊ ആ സ്വപ്നത്തെ തകരാറാക്കിക്കൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത്. ഈ വിദ്യാർത്ഥികളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്കെതിരെ ശക്തമായിട്ട് പോരാടണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കേരളം അടക്കം എല്ലാവരും ഈ ഒരു പ്രതിഷേധത്തെ അംഗീകരിക്കുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാണ്. കുറച്ചധികം ദിവസങ്ങളായിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കുറച്ചധികം ദിവസങ്ങളായി രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. ഈ ഒരു വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ഒരേ ഒരു ആവശ്യമാണ് ശക്തമായിക്കൊണ്ട് വലിയ രീതിയിൽ സമരക്കാരെല്ലാവരും ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ചാനൽ 10 പ്രതികരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. രാജ്യ തലസ്ഥാനത്ത് കുറച്ചധികം ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം, ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാർത്ഥി നിയമവിരുദ്ധ നടപടികൾക്കെതിരെ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ ലാത്തി ചാർജും അതുപോലെ പോലീസിന്റെ മറ്റു ആക്രമണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ രാജ്യം മൊത്തത്തിനൊപ്പം നിൽക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നിന്നാണെങ്കിൽ ഇവിടുത്തെ MP-മാരും ഏത് പാർട്ടിയുടെ MP-മാരാണെങ്കിലും അവിടെ ഉണ്ട്. അതുപോലെ നമ്മളെ മുഖ്യമന്ത്രി ഉണ്ട് അവിടെ. ഇത് വെറും ഒരു പ്രതിഷേധത്തിന്റെ തുടക്കമാണ്. ഇത് നിരവധി വിദ്യാർത്ഥികൾ മരിച്ചു കഴിഞ്ഞ് ഇനി കുറെ ആൾക്കാർ ഇതിൻ്റെതായിട്ട് കുറെ ആൾ ഹോസ്പിറ്റലൈസ്ഡാണ്. അത് എങ്ങോട്ടെ കാര്യങ്ങൾ പോകാന്നറിയില്ല. നമ്മൾ പ്രതിഷേധമായി തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കേരളമാണെങ്കിലും കേന്ദ്രത്തിനാണെങ്കിലും ബാക്കി എല്ലാ പൊതുജനങ്ങളുടെ സപ്പോർട്ടും വിദ്യാർത്ഥികൾക്കുണ്ട്. ഇപ്പോൾ ഇതിന് നമുക്ക് ആകെ വെക്കുന്ന ഒരു അവകാശം എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ വലിയൊരു സ്വപ്നമാണ്. അതേപോലുള്ള എക്സാമുകൾ വിദ്യാർത്ഥികളുടെ വലിയൊരു സ്വപ്നമാണ്. അപ്പൊ ആ സ്വപ്നത്തെ തകരാറാക്കിക്കൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത്. അപ്പം ഇതിനെതിരെ നമ്മൾ പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യും. അപ്പൊ ഇതിനെതിരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതെന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ വരും കാലത്ത് നമുക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനത്തെ എക്സാമിനോടുള്ള അതിനോടുള്ള ഒരു ഇത് കുറയുകയും അതേപോലെ നമ്മുടെ നാട്ടിൽ മരണസംഖ്യ ഇങ്ങനത്തെ എക്സാം കാരണം നമുക്ക് മരണസംഖ്യ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ഉത്തരവാദിത്ത നേതാക്കന്മാര് ശരിയായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇത് കേവലം ചെറിയൊരു വിഷയമല്ല. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് നിന്ന് മാറ്റിയതുപോലെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ മൊത്തം ഈ RSSന്റെ അല്ലെങ്കിൽ BJPയുടെ ഈ വിദ്യാർത്ഥികളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്കെതിരെ ശക്തമായിട്ട് പോരാടണം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. നമ്മുടെ കേരളം അടക്കം എല്ലാവരും ഈ ഒരു പ്രതിഷേധത്തെ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രതിഷേധം തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ചോദ്യം എന്ന് വെച്ചാൽ ഈ നീറ്റ് നടത്തിയല്ലോ, ഇനി എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? പക്ഷെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയണം. എനിക്ക് കഴിവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത്രയും കുട്ടികളുടെ ഭാവി ഞാൻ തുലയ്ക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ഈ പൊസിഷനിൽ നിൽക്കാൻ അർഹനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴെ ഇറങ്ങണം. ഇനി അദ്ദേഹം അക്കൗണ്ടബിലിറ്റി എടുത്ത് മാറി, അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഒരു ഉപകാരം? അതേപോലെ വേറൊരാളല്ലേ വരിക. എന്നാൽ അങ്ങനെയല്ല. ഇങ്ങനെ ഒരാൾ മാറുന്ന സമയത്ത് അടുത്ത് വരുന്ന ആൾക്ക് ആ ഒരു പേടി ഉണ്ടായിരിക്കും. രാജ്യതലസ്ഥാനത്ത് ഈ കുറെ ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥികളെ അടിച്ചമർത്തി കേന്ദ്രത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ നിർത്തിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റു ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നത് വരെ ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥികളും യുവാക്കളും മറ്റു പല രംഗത്തുള്ള നേതാക്കന്മാരും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. തീർച്ചയായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തന്നെ ചെയ്യണം. ഞങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, ഞങ്ങൾ ഓരോ ദിവസം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഠിച്ച് എക്സാം എഴുതിയത് ജയിച്ചു പോരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പൈസ കൊടുക്കുന്നവർക്ക് മാത്രം ചോദ്യപേപ്പർ കൊടുക്കുക എന്നുള്ളതിലുപരി പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു വിലയും നൽകാത്ത നിലപാടുകളാണ് നിലവിലെ സർക്കാർ എടുക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധം ഇനിയും കനക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കേവലം നീറ്റ് മാത്രമല്ല, നെറ്റ് ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ UPSC അടക്കമുള്ള രാജ്യത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ കോൺസിസ്റ്റൻസിയെ മുന്നോട്ട് നയിക്കേണ്ടവരടക്കമുള്ളവരെ
അടക്കമുള്ള ചോദ്യപേപ്പറുകൾ ചോർത്തിക്കൊണ്ട് നിലവിലെ വെറും ഒരു കേവലം ഗുണ്ടായുസം പോലെ അല്ലെങ്കിൽ കേവലം ഒരു കാളച്ചന്തയിൽ നടക്കുന്ന കച്ചവട പ്രവർത്തനം പോലെ നമ്മുടെ പരീക്ഷകളെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നിലപാടാണ് നിലവിലെ ഗവൺമെന്റിനുള്ളത്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇനിയും കനത്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നതായിരിക്കും. ശക്തമായ സമര പോരാട്ടങ്ങളാണ് കുറച്ചധികം ദിവസങ്ങളായി പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരുടെയും സാംസ്കാരിക നായകന്മാരുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്നത്. ശക്തമായ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയും നീതിയും ലഭിക്കണമെന്നാണ് വിദ്യാർത്ഥി സമൂഹം ഒരേ മനസ്സോട് കൂടെ പ്രതികരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.